ശ്രീ പ്രമോദ്, ഇവരുടെ മോഡസ് ഓപ്പറാണ്ടിയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. താങ്കൾ ചില ഉദാഹരണങ്ങൾ നിരത്തുകയുണ്ടായി, നേരത്തെ വ്യക്തമായിരുന്നില്ല. താങ്കൾക്ക് ബാക്കിയുള്ളത് കൂടി പറയാം. ഇതിലെ ഒരു കാര്യം, ഞാനിതിലെ രാഷ്ട്രീയത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള BJP അവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ. നാം തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് ഈ തട്ടിപ്പുകൾ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇവരുടെ CPM-ന്റെ ഉള്ളിലുള്ള ചവിട്ടിക്കുത്തുകളാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അതിന് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിലെ ഈ തൃശ്ശൂർ ജില്ലയിലെ ഭരണം അവരുടെ കൈക്കലാക്കാൻ വേണ്ടി വിജയരാഘവനും PK ബിജുവും ചെയ്യുന്ന നാടകത്തിന്റെ ഭാഗമാണ് ഈ എക്സ്പോസിംഗ്. എഴുതി വെച്ചോളൂ, ഒരു നടപടി ഉണ്ടാവുമില്ല. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ AC മൊയ്തീൻ മന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ PS മിസ്റ്റർ കുമാർ, അദ്ദേഹം വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ, എന്റെ കയ്യിൽ അതിന്റെ FIR ഇരിക്കുന്നുണ്ട്. ഈ FIR പ്രകാരം അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ച് അവിടുത്തെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ദിവ്യ എന്ന പെൺകുട്ടിയെ വിളിച്ച് ഒരു ബാറുകാരന് വേണ്ടി സ്വാധീനം ചെലുത്തി. ആ പെൺകുട്ടി പരാതി കൊടുത്തപ്പോ ഈ കുമാർ ഇപ്പോഴും AC മൊയ്തീന്റെ PS ആണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF-കാര് ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ പറഞ്ഞ പേര്. അദ്ദേഹം വന്ന് പരാതി കൊടുത്തതാണ് 2017 549/2017 ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു. ഇതിൽ രസം എന്താ, അവരെ സ്വാധീനിച്ച് PS, അതായത് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വാക്കുത, സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ PS കുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ, തിരുവനന്തപുരം. ഇതാ, ഞാനിത് വെറുതെ പറയുന്നല്ല. ഇത് വെച്ച് കൊടുത്ത പരാതി ഹൈക്കോടതിയിൽ കൊണ്ടുപോയിട്ട് പിന്നീട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുട JFMC-യില് ഈ മന്ത്രിയുടെ PS-ന്റെ പേരും മന്ത്രിയുടെ ഓഫീസിന്റെ പേരും ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് നിജോ എന്ന് പറഞ്ഞ ആ ഫോൺ നമ്പറിന്റെ ഉടമസ്ഥനെതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു. ആ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷം നിജോ ഈ സാധനം 2023 കോച്ച് ചെയ്യാൻ കൊടുക്കുന്നു. ഈ കോച്ച് ചെയ്യാൻ കൊടുക്കുന്നതിന് മന്ത്രിയുടെ PS മിസ്റ്റർ കുമാർ അദ്ദേഹം വന്ന് പറയാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് കേസ് കൊടുത്താണ്. ഞാൻ ക്രിമിനൽസിയുടെ നമ്പറും പറയാൻ നമ്പ്യാരെ, നിങ്ങൾ പരിശോധിച്ചോളൂ. അതായത് 4044/23 ഈ സാധനം കോച്ച് ചെയ്യാൻ വേണ്ടി ഫയൽ ചെയ്യാണ്. അതിൽ അദ്ദേഹത്തിന്റെ അഫിഡവിറ്റും പരാതിക്കാരനായ മന്ത്രിയുടെ PS ഇന്ന് അദ്ദേഹം മന്ത്രിയാണ്. ഇതിന്റെ ഇനി ഇദ്ദേഹം എന്താ പറയാ LSD മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദാലത്തുകൾ സംഘടിപ്പിച്ച് തൃശ്ശൂര് പല ജില്ലകളിലും കേന്ദ്രീകരിച്ച് ഒരുപാട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അവിടെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. സെറ്റിൽമെന്റുകൾ, ബിൽഡിങ്ങുകൾ, 132 ബിൽഡിങ്ങുകൾക്കാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടും നോട്ടീസ് അയച്ചതിന് ശേഷം സെറ്റിൽ ചെയ്ത് ഇവര് റെഗുലറൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും വൺ ടൈം ടാക്സ് അടയ്ക്കാതെ തൃശ്ശൂർ കോർപ്പറേഷനിൽ പർട്ടിക്കുലർ ബിൽഡർ മാത്രം 3 കോടി രൂപയാണ് കൊടുക്കാറുള്ളത്. 3 കോടി. എനിക്ക് BJP പ്രതിനിധിയും കോൺഗ്രസിന്റെ ഇന്ത്യ ഉണ്ടെങ്കിൽ എനിക്ക് അവരവരുടെ ആളുകളോട് അന്വേഷിക്കാൻ പറയാം. എല്ലാത്തിന്റെയും കോപ്പി തരാം. പറയുമ്പോ എന്താ, നമ്മൾ പ്രശ്നക്കാരനായി മാറും. ഇവർക്കെതിരെയുള്ള എല്ലാ ഫൈറ്റും വർഗീസ് കണ്ണംകുളത്തി, അനൂപ് ഡേവിസ് കാട, ഇവരുടെ ഒരു കോക്കസ് തൃശ്ശൂരിൽ വൈറ്റ് കോളർ കൊട്ടേഷനാണ്. വൈറ്റ് കോളർ കൊട്ടേഷൻ. ഇനി ഇപ്പൊ എന്താ, പണ്ട് AC മൊയ്തീൻ മന്ത്രിയും അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വലങ്കയായിരുന്നു ഇവര്. ഇപ്പൊ അവർക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയപ്പോൾ അവർക്ക് ഇപ്പൊ വേണ്ട. ഇപ്പൊ അവര് ആളെ മാറ്റി പിടിച്ചു. ഇതാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത്. ഇതിന് എവിടെയാണ് ഒരു തട? കോൺഗ്രസ് മിണ്ടുന്നില്ല, BJP-യും സൈലന്റ്. എങ്ങനെയാവും? കരുവന്നൂർ കേസിൽ നമ്പ്യാർ പറഞ്ഞത് ഒരു കാര്യം വളരെ സ്പഷ്ടം. കരുവന്നൂർ കേസിൽ എനിക്ക് വൈക്കത്തുള്ള ഓഫീസർ, ED-യിലെ വൈക്കത്തുള്ള ഓഫീസർ, അദ്ദേഹമാണ് നമ്പ്യാർ ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻകെട്ടിറങ്ങിയത്. അദ്ദേഹത്തെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കോയമ്പത്തൂരാണെന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പരാതി പ്രിഫർ ചെയ്യാൻ നിൽക്കുകയാണ്. ഇതുപോലെ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ ഏത് കാലത്ത് ഇവിടുത്തെ ജനം മണ്ടന്മാരാണ്. ഇവരത് ഇനി MK കണ്ണന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം കപ്പലണ്ടി വിറ്റോ ഇതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. ഞാൻ കാണുമ്പോൾ എന്റെ ഓർമ്മ വരുമ്പോൾ അദ്ദേഹം ഇവിടെ MLA ആയിട്ട് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇതുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന ഏജൻസി, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ, അവരുടെ ഏജൻസി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്? ഇതിന് ഞാൻ 100% പറയുന്നു,
ഈ പറയുന്ന AC മൊയ്തീനും MK കണ്ണനും ഒരു കാലത്ത് വളർത്തിക്കൊണ്ടുവന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞ് അവർക്കെതിരെ ഓരോ പുതിയതായ എന്താ പറയാ ഓരോ ഡിസ്ക്ലോസറൊക്കെ വരുന്നത്. ഇതുപോലെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് EP ജയരാജൻ. അദ്ദേഹം കരുവന്നൂർ കേസിലെ ഒരു ഡ്രൈവർ, സതീശന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരാളെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് EP ജയരാജൻ DGPക്ക് പരാതി കൊടുത്തു. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. അനിലക്കരെ MLA അദ്ദേഹം അത് ഒരു ഡിബേറ്റിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. സഖാവ് EP ജയരാജൻ കണ്ണൂർ വിളിച്ച പത്രസമ്മേളനത്തിലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് എവിടെ പോയി? ആ പരാതി എവിടെ പോയി? അതിലെ ആരൊക്കെയായിരുന്നു അതിലെ പ്രതികൾ പറയണ്ടേ? അത് മുക്കാൻ കാരണം എന്താ? സെറ്റിൽമെന്റ്. കാരണം പണം അല്ലെങ്കിൽ പുറത്തു പോകണം. ഇതിന്റെ മുഴുവൻ കഥ പുറത്തു പോകും. എവിടെ പോയി? നിങ്ങൾ ഓരോന്നെടുക്കൂ. തൃശ്ശൂരിലെ കണ്ണായ സർക്കാർ ഭൂമികൾ തുച്ഛമായ വാടകയ്ക്ക് ഓരോരുത്തർക്ക് കൊടുക്കുക. അതിന് കണ്ണുമടച്ചിരിക്കുക. കോൺഗ്രസ് ആയാലും BJP ആയാലും BJPയിലെ ചിലർക്കൊക്കെ ഇതില് വലിയ പങ്കുണ്ട്. അത് തുറന്നു പറയാൻ വേണ്ടി വരും. അതുപോലെ കോൺഗ്രസിലെ ഇവരെല്ലാം കൂടി ചേർന്ന് ഒത്തുകളി നാടകം. തൃശ്ശൂർ കോർപ്പറേഷൻ ഞാൻ ഇന്ന് വായിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പിടിക്കും. നല്ല കാര്യം, പിടിക്കണം. പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒരു അന്വേഷണം നടത്തൂ. കാരണം സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ 55-ൽ 33 വാർഡുകളിൽ സുരേഷ് ഗോപി BJPക്ക് മര്യാദയ്ക്ക് പണിയെടുത്താൽ പറ്റും. പക്ഷെ എന്റെ വാക്ക് വീണ്ടും പറയുന്നു, സത്യസന്ധമായി പണിയെടുത്താൽ. അല്ലാതിരുന്നാൽ ഈ കാലുവാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ വീണ്ടും കള്ളത്തരം വരും. ഇവിടെ CPM തുല്യ ഇതാണ് കോൺഗ്രസിന് CPM. അതിലാണ് ഒരാള് സ്വതന്ത്രനായി നിന്ന് മേയറായിട്ട് 5 കൊല്ലം ഭരിച്ചത്. ഇഷ്ടം പോലെയുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഫൈറ്റ് ചെയ്താലും ഇത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടല്ല. നമ്മൾ ഇതിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതെന്തുകൊണ്ടാ? ഇതാണ്. നിങ്ങളൊന്ന് ചോദിക്കൂ. ഞാൻ ഈ പറഞ്ഞത് ഓരോന്നും ഞാൻ ക്രൈം നമ്പറൊക്കെ പറയണത് എന്തിനാണെന്നറിയൂ? ഇതില് CPMകാര്, BJPക്കാര്, കോൺഗ്രസ്സുകാര് ഇവർക്ക് നട്ടലുണ്ടെങ്കിൽ ഈ 3 പാർട്ടിയിലും സത്യസന്ധനായ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ പറയുന്നു, ക്രിമിനൽ MC ഹൈക്കോടതിയിലെ 4023 ജഡ്ജ്മെന്റ് എടുത്ത് നോക്കൂ നിങ്ങൾ. അതാണ് AC മൊയ്തീന്റെ PS കുമാർ പിൻവലിച്ച കേസ്. അതുപോലെ അടുത്തത് സ്വർണ്ണ തട്ടിപ്പ് കേസ് ക്രൈം നമ്പർ 77. ഇപ്പൊ അത് CCI 46 ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് അന്നത്തെ രവീന്ദ്രൻ ഏരിയ സെക്രട്ടറിയുടെ മുമ്പിലൊക്കെ വെച്ചിട്ടായിരുന്നു സന്ധി സംഭാഷണം. അതിനൊരു BJPക്കാരനും വന്നിട്ടുണ്ടായിരുന്നു. ഇത് പറയുമ്പോ നമ്മൾ ഹിന്ദുക്കൾക്കെതിരെയാണ്, മറ്റവർക്കെതിരെയാണ്, ഇതെല്ലാം വിളിച്ചു പറയും. ഈ കള്ളത്തരം മുഴുവൻ ചെയ്യുന്നതിന് ചിലവരൊക്കെ കൂട്ടുണ്ട്. പിന്നെ ഒരു കേസ് കൂടി ഞാനിപ്പോ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇവിടെ കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൗസ് പൊളിച്ച കേസാണ് ക്രൈം നമ്പർ 382/23. നമ്പ്യാരെ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു പൊതുമുതൽ നശിപ്പിച്ചതിന് കേസ് എടുക്കുന്നു. അതിൽ 26 ലക്ഷം രൂപ നഷ്ടം പറയുന്നു. ജാമ്യം എടുക്കുമ്പോൾ കോടതി അത് കെട്ടിവെക്കുന്നു. CC നമ്പർ 150/23 എന്ന് പറഞ്ഞ് തൃശ്ശൂർ CJM കോടതിയിലെ കേസ് നിലവിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ക്രിമിനൽ MC 806/25 ഫയൽ ചെയ്തിരിക്കുകയാണ്. 806/23 എന്തിനാ? കോഷിയാൻ. അവിടെയും ഈ സർക്കാരിന്റെ വക്കീല്, അതായത് കോർപ്പറേഷന്റെ വക്കീൽ അവിടെ വന്ന് എന്ത് പറയും? ഇപ്പൊ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരോ അല്ലെ കോർപ്പറേഷന്റെ മീറ്റിങ്ങിനോ തീരുമാനം എടുക്കാതെ ആ കേസ് പിൻവലിച്ചു പോകും. അങ്ങനെ ഇങ്ങനത്തെ തട്ടിപ്പുകളുടെ എല്ലാ പാർട്ടിയിലെയും ചില നേതാക്കന്മാർ ഒത്തുകളിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത് എവിടെ എത്താതെ പോകുന്നത്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചതിനെ കുറിച്ച് പറഞ്ഞു, വളരെ സത്യസന്ധമായ കാര്യമാണ്. കരുവന്നൂർ കേസിൽ അദ്ദേഹത്തിന്റെ എഫേർട്ട്, അദ്ദേഹത്തിന്റെ ഫൈറ്റ് വളരെ സത്യസന്ധമായി മുന്നോട്ട് പോയി. പക്ഷെ അതിനും 2-3 പേരെ ഒഴിവാക്കിയതല്ല, അവരാണ് ബാക്കിയുള്ള മെയിൻ കള്ളന്മാരെ പിടിക്കാനുള്ള എല്ലാ തെളിവുകളും കൊടുത്തത്. അവരെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നമ്മളിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇവിടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ പരിശോധിക്കണം നമ്പ്യാരെ. അവരുടെ മകന്റെ കല്യാണം ആർഭാടമായി നടത്തി. അതിന്റെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പൊ പറയണം, അതിന്റെ ഇവന്റ് മാനേജ്മെന്റ് ആരാ ചെയ്തത്? അദ്ദേഹത്തിന്റെ എത്ര പ്രൊജക്ടുകളിൽ തൃശ്ശൂർ കോർപ്പറേഷൻ കണ്ണടച്ചു കൊടുക്കുന്നു, ഓഡിറ്റോറിയം നടത്തുന്നു, ഫൈൻ അടയ്ക്കാൻ ഞാൻ പരാതി കൊടുത്തപ്പോഴാ ഹൈക്കോടതിയില് ഇവിടെ ഫൈൻ അടയ്ക്കാൻ കൊടുത്തത്.
90 ലക്ഷം രൂപ ഫൈൻ കിട്ടുന്നവിടെ വെറും 19 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുന്നു. അതിന് 5 ലക്ഷം രൂപ കൊടുത്ത് സ്റ്റേ മേടിച്ചിടുന്നു. കോർപ്പറേഷൻ കൗൺസിലിൽ ഒന്നും ഉണ്ടായില്ല. എടുത്തത് നിങ്ങൾ എടുത്തോളൂ. കണ്ണായൻ 66 സെന്റ് ഭൂമി, അതിന്റെ ബിൽഡിങ്ങുകൾ എല്ലാം കൊടുത്തു. അത് കീഴ്വാടേക്ക് കൊടുക്കുന്നു. ആര് പറഞ്ഞിട്ടില്ല. BJP കൗൺസിലർമാരുടെ വാർഡാണത്. ഒരാളും അനങ്ങുന്നില്ല. കോൺഗ്രസിന്റെ ആളുകളുണ്ട്. നഗരവികസന കമ്മിറ്റി ചെയർമാൻ മുകേഷ് അടക്കം, പ്രതിപക്ഷ നേതാവ് രാജമല്ലൻ പറയണം കീഴ്വാടേക്ക് കൊടുക്കാൻ അവർ തീരുമാനമെടുത്തുണ്ടോ? ഇപ്പൊ ഞാൻ അതും ഫൈറ്റ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല. ഇതൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കേസിൽ ദോഷമുണ്ടായപ്പോൾ എനിക്കത് അടിച്ചിറക്കിയത് എന്താണെന്നറിയാം. എന്താ ബ്ലാക്ക് മെയിലിംഗ് വക്കീൽ LDF ജാഥയില് പോസ്റ്റ് വെച്ചു പോകും. എനിക്ക് കുറ്റം തോന്നി. CPM, ജനതാദള്, കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ് ഇവരോടൊക്കെ ചോദിക്കുക. അതിനായി നിങ്ങൾ പറയുന്ന വിഷയം ഒരു ഇൻഡിവിജ്വൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്? കീഴ്വാടേക്ക് കൊടുക്കാൻ അനുവാദമില്ല. സർക്കാർ ഭൂമിയെ കൊടുക്കണേ. അപ്പൊ വക്കീലെ പറഞ്ഞു വരുന്നത് അധോലോകമാണ് അല്ലെ? തൃശ്ശൂരിലെ 100% അധോലോകമാണ്. ഇതിന് വേറൊരു കാര്യം എന്താ, നമ്മൾ ഫൈറ്റ് ചെയ്ത് വരുമ്പോ സത്യസന്ധമായി നിന്ന ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, BJPയുടെ ജില്ലാ പ്രസിഡന്റും കോൺഗ്രസിന്റെ 2 കൗൺസിലർമാരും. അവരെ ഇപ്പൊ അവരോട് ചിത്രീകരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പൊ ഇതെല്ലാം ചോദിക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഇത് പുറത്തു കൊണ്ടുവരുന്ന മീഡിയയും. സത്യം വിചാരിച്ചാൽ ഇത് പുറത്തു കൊണ്ടുവരാം. ഇതിൽ MK കണ്ണനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണന്റെയും മൊയ്തീന്റെയും കാലം കഴിഞ്ഞതായിട്ടാണ് ഇപ്പൊ തൃശ്ശൂരിലെ CPM-കാർ പറയുന്നത്. ഇപ്പൊ പുതിയ യുഗം ഈ പറയുന്ന എന്താ പറയാ വിജയരാഘവന്റെയും PK ബിജുവിന്റെയും നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് പുതിയ ഡിസ്പോസിംഗ് ഒക്കെ വരുന്നത്. ഇവരെ തുടച്ചു നീക്കുക, ഇതോടുകൂടിയിട്ട് ഇവരെ മാറ്റുക. നിങ്ങൾ നോക്കിക്കോളൂ. ഈ DYFI നേതാവ് പറയണം, ഇവിടെ DYFIയുടെ ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്, അതിൽ അഴിമതിയില്ലേ? അദ്ദേഹത്തിന് എന്താ തുറന്നു പറയാൻ പറ്റാത്തത്? അദ്ദേഹം അടക്കം ഇരിക്കുന്ന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് MK കണ്ണൻ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റിയിലും റിട്ടൺ പരാതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന MK കണ്ണനെ ED-ക്ക് വിധിക്കാനുണ്ടായ കാരണവും മൊഴിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അനൂപ് ഡേവിസ് കാടയ്ക്കെതിരെ ഇല്ലാന്ന് നിഷേധിക്കട്ടെ. നിങ്ങൾ പത്രക്കാരല്ലേ? MK കണ്ണനോട് ചോദിക്കൂ. ഞാൻ മനസ്സിലാക്കുന്നത് EP ജയരാജന്റെ പേര് ഇതിലേക്ക് എന്താ ഒരു 24 ഏതൊരു ന്യൂസ് ചാനൽ ഉറപ്പില്ല, അതിന്റെ ഒരു റിപ്പോർട്ടറും DGP-ക്ക് പരാതി കൊടുത്തു എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും നേതാവ് കൊടുത്ത പരാതി, EP ജയരാജന്റെ പരാതി DGP ഒന്നും കണ്ടില്ലേ? ഇരിക്കുന്നുണ്ട്. EP ജയരാജൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോ DGP-യുടെ ഓഫീസിലേക്ക് ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതി തമ്മില്ല. അനിലക്കരെ അത് പൊക്കി പിടിച്ച് ഒരു മീറ്റിംഗിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടു, അദ്ദേഹത്തിന് കിട്ടിയ വിവരാശം വെച്ച്. ഇതെല്ലാം ഒത്തുകളിയുടെ നാടകം. ഇനി ഈ തൃശ്ശൂർ ജില്ലയിലും നമ്പ്യാരെ എഴുതി വെച്ചോളൂ, ഇതുപോലെ പോയാൽ ഈ പാർട്ടി ഇവിടെ നാണം കിട്ടുന്നു. CPM-ൽ നല്ല നേതാക്കന്മാരുണ്ട്. ഞാൻ നിങ്ങളോട് എനിക്ക് നന്നായിട്ട് അറിയുന്ന എത്രയോ പേരുണ്ട്. ബേബി ജോൺ മാഷ്, അദ്ദേഹം കർശനക്കാരനായിരിക്കും. നല്ലൊരു ബാബു പാലിശ്ശേരി വയ്യാതിരിക്കുകയാണ്, അദ്ദേഹം നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. അതുപോലെ KK രാമേന്ദ്രൻ സാറ് നല്ലൊരു വ്യക്തിയാണ്. നമുക്കറിയാം ടൈസൺ മാസ്റ്റർ നല്ലൊരു വ്യക്തി. ഈ LDF-ലുള്ള എത്ര പേരുണ്ട്? ഇനി പോട്ടെ, കോർപ്പറേഷനിൽ 24-24 LDF-ന്റെ കൂടെയുള്ള ജനതാദളും സ്വതന്ത്രരായ 3 പേരും ഇവരുടെ അഴിമതികൾക്കെതിരെ പ്രതികരിച്ചില്ലേ? കഴിഞ്ഞ 3 കൗൺസിൽ മീറ്റിങ്ങുകളിൽ എടുത്തു പറഞ്ഞില്ലേ? എന്താ ചെയ്ത്? ഒന്നും ചെയ്യുന്നില്ല ആരും. കാരണം ഇതില് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ ചെയ്യുന്ന രാജേഷിന്റെ ഡിപ്പാർട്ട്മെന്റ്, അതിലൊരുപാട് കള്ളത്തരമുണ്ട്. അതിന് സെറ്റിൽമെന്റുകൾ നടക്കുന്നു. നിങ്ങൾ നോക്കൂ നമ്പ്യാരെ, തൃശ്ശൂർക്ക് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ വിടൂ. ഏത് ചാനലുകാർ വന്നാലും എല്ലാ രേഖകളും കൊടുക്കാം. നിങ്ങൾ അന്വേഷിച്ചിട്ട് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ നടപടി എടുത്താൽ മതി. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാ നമ്പ്യാർജി നമ്മൾ ഫൈറ്റ് ചെയ്യാൻ. അല്ലാതെ ഇവര് പറയുന്ന പോലെ വൃത്തികേടുകൾക്കൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇത് ഒരു പൗരൻ എന്ന നിലയ്ക്ക്, അതിനപ്പുറം ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഫൈറ്റ് ചെയ്യും. നല്ല കാര്യം. എല്ലാ പിന്തുണയും നൽകുന്നു.